ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ ഒരു കൃപയുടെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മളെല്ലാവരെയും ചുറ്റി പരിപാലിച്ച് ആക്കി വെച്ചിരിക്കുകയാണ്. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, റോഡിലൂടെ നടന്നു പോകുമ്പോൾ, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി പരസ്യ ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ബിൽ ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. അതിനകത്തൊക്കെ ചില കാര്യങ്ങൾ വാങ്ങാനുള്ളത്, ചിലതിൻ്റെ പ്രത്യേകമായ മുന്നറിയിപ്പുകൾ നൽകുന്നത്, വാർണിങ്സ് നൽകുന്നത്, ചില വിവരങ്ങൾ നൽകുന്നത്, ഇങ്ങനെ പല വിധത്തിലുള്ള ബോർഡുകൾ ഒരു യാത്രയിലുടനീളം നമ്മൾ കാണാറുണ്ട്. ഇതിന് സാധാരണ സൈൻ ബോർഡ്സ് എന്ന് നമ്മൾ പറയും. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാണാറുണ്ട് നമ്മൾ. ചിലയിടത്തെത്തുമ്പോൾ ചില പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിലൂടെയൊക്കെ പോകുമ്പോൾ ഇന്ന സ്ഥലത്തെത്തി എന്ന് പറയുന്ന ബോർഡ് അവിടെ കാണാറുണ്ട്. ആ സ്റ്റേഷൻ്റെ പേര് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിലൂടെ ട്രാക്കിലൂടെ പോകുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ട്രെയിനിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം അത് ഇന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയെന്ന് പറയുന്നത്. ഇതിനെയൊക്കെ സൈൻ ബോർഡ്സ് എന്നാണ് പറയുന്നത്. ഇതുപോലെ ചില സൂചികകൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിലയിടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ചില സൂചനകൾ, ഈ ദിവസങ്ങളിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മറുപടി, ചില സൂചനകൾ കർത്താവ് നൽകാൻ പോവുകയാണ്. ഒരിക്കലും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഒരു സൂചന കണ്ടു, ഒരു സൈൻ ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരുന്നു? ഒരു കൈപ്പത്തി പോലെ നിൽക്കുന്നൊരു കൊച്ചു മേഘം. ആ ഒരു സൂചന മതിയായിരുന്നു ഒരു വലിയ മഴ അതിൻ്റെ പിറകിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഇതുപോലെ സൂചനകൾ കർത്താവ് നൽകിയാണ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, നമുക്കൊരു കീ സ്പോൺസർ ഓസ്ട്രേലിയയിൽ നിന്നാണ്, അതുല്യ ആൻഡ് ഫാമിലിയാണ്. താങ്ക് യു സിസ്റ്റർ അതുല്യ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഇന്ന് അതുല്യയുടെയും മിഥുൻ്റെയും 8ാമത്തെ വിവാഹ വാർഷികമാണല്ലോ. കർത്താവെ ധാരാളമായിട്ട് ഞാൻ അവരെ രണ്ടുപേരെയും അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞ് ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വന്നു ചേരേണ്ടതിനായിട്ട് ഞങ്ങൾ രണ്ടുപേരെയും ചേർന്ന് അനുഗ്രഹിക്കുന്നു കർത്താവെ. അതിലൂടെ നേഴ്സിംഗ് പഠനവും ജോലിയും അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതത്തിൽ ദൈവിക അനുഗ്രഹവും ദൈവിക കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്റ്റ് ചെയ്താലും. തുടർന്ന് ഈ വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ നാളെ വൈകിട്ട് 7 മണി മുതൽ നടക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ്, ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണാം. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് വരരുത്, ഒരു 3-4 പേരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരണം. കാരണം അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ, അവർക്കും അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾ മാറട്ടെ. അതുകൊണ്ട് അവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ലൈവ് ചാറ്റിലിടാമോ? അതുപോലെ എവിടെ നിന്നൊക്കെയാണ് ഓരോരുത്തരും വാച്ച് ചെയ്യുന്നത് എന്നുള്ളത് യൂട്യൂബിലൊക്കെ കാണുന്നവരൊന്ന് കമൻറ്റ് ബോക്സ്, നമ്മുടെ ലൈവ് ചാറ്റിലൊന്ന് ഇടാമെങ്കിൽ, ഏത് രാജ്യത്തു നിന്നാണ്, ഏത് നാട്ടിൽ നിന്നാണ്, ഏത് ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്നാണ് എന്നൊക്കെ ഇട്ടാൽ ഒത്തിരി പേർക്ക് അത് കാണാൻ കഴിയും. എനിക്കൊന്ന് കാണാൻ കൊതിയുണ്ട്. ഓൾ റൈറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒഴുക്കിനെതിരെ നീന്താനും എതിർപ്പിനെ അതിജീവിച്ച് ഓപ്പോസിഷനെ ഓപ്പോസ് ചെയ്ത് പോകാനൊക്കെ ആണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും എതിർപ്പുകളുണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഉണ്ടാകും. ഭക്തിയോടെ ജീവിക്കാൻ, ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ള എല്ലാവർക്കും എതിർപ്പുകൾ ഈ ഭൂമിയിൽ സഹിക്കേണ്ടി വരും. കാരണം ഈ ലോകത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. 1 യോഹന്നാൻ 5:19 പറയുന്നത്, സർവ്വഭൂമിയും സർവ്വ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവം ഭരിക്കുന്നത് ദൈവരാജ്യത്തെയാണ്. ഈ ഭൂമിയിലുള്ള രാജ്യങ്ങളെ ദൈവം അല്ല ഭരിക്കുന്നത്. വ്യക്തമായി തിരിച്ചറിയണം. നമ്മൾ സാധാരണ പറയും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, കർത്താവ് എല്ലാം നിയന്ത്രിക്കുന്നു, കർത്താവ് നോക്കിക്കോളും. അങ്ങനെയല്ല, എല്ലാം കർത്താവ് നോക്കുന്നില്ല. പിശാചാണ് ഈ ഭൂമിയിലെ രാജ്യങ്ങളെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത് പൈശാചികമായ ഇൻഫ്ലുവൻസിലാണെന്നർത്ഥം. ദൈവം ഭരിക്കുന്നത് ദൈവരാജ്യത്തെയാണ്. അതുപോലെ തന്നെ ആരെല്ലാം
യേശുവിനായി ജീവിതം കൊടുക്കുമ്പോൾ, യേശുവിനെ ലോർഡ് ആയി, കർത്താവ് ആയി, യജമാനൻ ആയി, നാഥൻ ആയി, ഭരണകർത്താവായി ആരെല്ലാം സ്വീകരിക്കുമോ അവരുടെ മേൽ അവൻ ഭരണം ചെയ്യും. അവൻ്റെ റൂളർഷിപ്പ് അവരുടെ മേൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത ആരെയും ദൈവം ഭരിക്കുന്നില്ല, ദൈവം നിയന്ത്രിക്കുന്നില്ല. ഇത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് ഇന്നത്തെ സിസ്റ്റം മുഴുവൻ മാറ്റി, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികളെ മാറ്റി തൻ്റെ രാജ്യം എന്നും എന്നേക്കുമായി ഈ ഭൂമിയിൽ അവൻ സ്ഥാപിക്കും. അന്ന് ഇപ്പോൾ കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നവർ, യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തവർ, അന്ന് അവനോടുകൂടെ വാഴും. ഇതാണ് ദൈവവചനം വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ പല ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ പല തെറ്റിദ്ധാരണകളുണ്ട്. ഉദാഹരണത്തിന് എതിർപ്പുകളെല്ലാം കൂടെ വരുമ്പോൾ, അയ്യോ അത് ഞാൻ കാരണമാണോ, എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, പലരുടെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടാനുഭവങ്ങളുടെ ഉറവിടം പലതായിരിക്കും. ഒന്ന്, അവരവർ തന്നെ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ പരിണിതഫലം കൊയ്യുന്നു. മറ്റൊന്ന്, ഇഗ്നറൻസിൻ്റെ കാലഘട്ടത്തിൽ, ഇമ്മച്യൂരിറ്റിയുടെ കാലഘട്ടത്തിൽ, അജ്ഞാനകാലങ്ങളിൽ, ജ്ഞാനമില്ലാതിരുന്ന കാലങ്ങളിൽ, പക്വതയില്ലാതിരുന്ന കാലങ്ങളിൽ, അറിവില്ലാതിരുന്ന കാലങ്ങളിൽ നമ്മളിങ്ങനെ ദൈവത്തിനെതിരെയൊക്കെ ജീവിച്ച് അതിൻ്റെ പരിണിതഫലം. ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ തെറ്റല്ല, മറ്റു പലരുടെയും പ്രശ്നങ്ങളാകാം. മറ്റൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ വരുന്ന എതിർപ്പുകളുടെ ഉറവിടം പിശാചാണ്. ഉദാഹരണത്തിന്, യേശു ഒരിക്കൽ ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അക്കരയ്ക്ക് ഇതരദേശത്തൊരു ഭൂതഗ്രസ്തനെ വിടുവിക്കാനുണ്ട്. ആ ദൗത്യത്തിന് വേണ്ടിയാണ് യേശു പോകുന്നത്. എന്നാൽ പോകുന്ന വഴിയിൽ അതിഭയങ്കരമായ കാറ്റും കോളും ഉണ്ടായി. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള വിൻഡും നാച്ചുറൽ ആയിട്ടുള്ള തിരമാലയൊന്നും ആയിരുന്നില്ല. അത് പൈശാചിക ശക്തിയിൽ ഇളക്കിവിട്ട ഒരു ഭയങ്കരമായ ഒരു ക്ഷോഭമായിരുന്നു. അതിൻ്റെ എതിർപ്പിൻ്റെ കാറ്റായിരുന്നു. കാരണം ഒരു വലിയ ലഗ്യൂനിൽ നിന്ന് ഒരു മനുഷ്യനെ വിടുവിക്കാൻ വേണ്ടി യേശു പോവുകയാണ്. ഇങ്ങനെ ശുശ്രൂഷയ്ക്കെതിരെ, മിഷൻ പ്രവർത്തനങ്ങൾക്കെതിരെ, സുവിശേഷ പ്രവർത്തനങ്ങൾക്കെതിരെ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിനെതിരെ, നന്മ ചെയ്യുന്നതിനെതിരെയൊക്കെ പിശാച് പലതും ചെയ്യും. അതിനെ ഒരിക്കലും നമ്മുടെ തെറ്റായിട്ടോ മറ്റുള്ളവരുടെ തെറ്റായിട്ടോ ഒന്നും കാണണ്ട. അതിൻ്റെ പുറകിൽ മനഃപൂർവ്വമായി പ്രശ്നങ്ങൾ അഴിച്ചുവിടുന്ന പൈശാചിക ശക്തികളുണ്ട് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇനി ഇന്ന് ദൈവം എങ്ങനെയാണ് നമ്മളോടൊക്കെ ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ മെസ്സേജുകളിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സിൻ ഈസ് നോ മോർ ആൻ ഇഷ്യൂ വിത്ത് ഗോഡ് ആൻഡ് ഈവൻ ഫോർ us. പാപം എന്നത് ദൈവത്തിന് ഇന്നൊരു വിഷയമല്ല. അയ്യോ, പാപം ദൈവത്തിന് വിഷയമല്ലെന്ന്, പാപത്തിനെതിരെ ദൈവം ആക്ഷൻ എടുക്കില്ല. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചല്ല ഉദ്ദേശിച്ചത്. പാപത്തിൻ്റെ പരിഹാരം വന്നു. ലൈഫ് ചാറ്റിലൊന്നിടാമോ, എഴുതി വെക്കാമോ, വാ കൊണ്ട് പറയാമോ? പാപത്തിൻ്റെ പരിഹാരം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിലൂടെ, രക്ഷകനിലൂടെ വന്നു. പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടിയാണ് യേശു വന്നത്. എബ്രായലേഖനം 9-ാം അധ്യായം, എനിക്ക് തോന്നുന്നു 11, 12, 15 തുടങ്ങിയെല്ലാം ഇങ്ങനെ വായിക്കുന്ന സമയത്ത് എൻ്റെ അവസാനം വരെ വായിക്കുമ്പോൾ എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ യേശു കർത്താവ് നിത്യരക്ഷയ്ക്ക് വേണ്ടി, നമുക്കൊരു നിത്യ അവകാശം നൽകാൻ വേണ്ടി ഏറ്റവും അവസാനം ഒരിക്കലായിട്ട് അവൻ പ്രത്യക്ഷനായി എന്നേക്കുമായി പാപപരിഹാരം അവൻ വരുത്തി കഴിഞ്ഞു. സോ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പാപത്തിൻ്റെ പരിഹാരം വന്ന് കഴിഞ്ഞു. വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളും ഇപ്പോഴത്തെ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും എല്ലാറ്റിനും വേണ്ടി യേശു മരിച്ചു, എന്നും എന്നേക്കുമായ പ്രശ്നം സെറ്റിൽ ചെയ്തു. എന്ന് വെച്ചാൽ sin is a closed matter, closed chapter before God. ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്ത് തീർത്ത് കഴിഞ്ഞൊരു പ്രോജക്റ്റാണ്. പാപപരിഹാരം കഴിഞ്ഞു. ഇനി വിശ്വസിക്കുന്നവരെല്ലാം അതിലോട്ട് കയറുക, പാപമോചനം പ്രാപിക്കാത്രേ ഉള്ളൂ. ഞാനിത് പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ദൈവം നമുക്കെതിരല്ല. God is not against us, God is for us. ഇതെങ്ങനെ സംഭവിച്ചത് ഇങ്ങനെയുള്ളൂ. ദൈവത്തിൻ്റെ പുത്രൻ
നമുക്കും ദൈവത്തിനും മധ്യത്തിൽ നിന്നുകൊണ്ട് പാപപരിഹാരത്തിനായുള്ള യാഗം നടത്തി തൻ്റെ തന്നെ രക്തമാംസം യാഗമായി അർപ്പിച്ച് ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സാക്രിഫൈസ് അവൻ ചെയ്തു കഴിഞ്ഞു. ഇനി മൃഗങ്ങളെയോ ആടുകളെയോ ഏതെങ്കിലും മെഴുകുതിരിയോ മറ്റു കാര്യങ്ങളോ പുഷ്പങ്ങളോ ഭക്ഷണപദാർത്ഥങ്ങളോ ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു എന്നും എന്നേക്കുമായി യാഗം ചെയ്ത് പൂർത്തിയാക്കി. പഴയ നിയമത്തിൽ ഒരിക്കലും എണ്ണിക്കൂടാനാവാത്ത അത്രയും യാഗങ്ങൾ നടന്നു കഴിഞ്ഞു. എന്നാൽ അതിനൊന്നും വരുത്താൻ കഴിയാത്ത പാപപരിഹാരം യേശു ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ ആരും പോയി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിൻ ഈസ് എ സെറ്റിൽഡ് മാറ്റർ. ടൈപ്പ് ചെയ്തിടുക, ലൈവ് ചാറ്റിലിടുക. പാപം പരിഹാരം വരുത്തപ്പെട്ട ഒരു കാര്യമാണ്. പാപത്തിൻ്റെ പരിഹാരം വന്നു. 1000 പ്രാവശ്യം ഒന്ന് ടൈപ്പ് ചെയ്തിടുക, ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. ഇതൊരു സന്തോഷ വാർത്തയാണ്. പാപത്തിൻ്റെ പരിഹാരം വന്നു കഴിഞ്ഞു. പാപം ഒരു ഇഷ്യൂ അല്ല. എന്ത് ചെയ്താൽ മാത്രം മതി? ആ രക്ഷകളിൽ വിശ്വസിച്ചാൽ മാത്രം. ഇത് കേൾക്കുന്ന നിങ്ങൾ ഇന്നുവരെ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ, ജീവിതം കൊടുത്തിട്ടില്ലെങ്കിൽ, ഇപ്പം കൊടുക്കുക. ഇറ്റ്സ് ഫ്രീ. അതിനുവേണ്ടി ₹1 പോലും ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ച യേശുവിൻ നീ എൻ്റെ കർത്താവാണ്, രക്ഷകനാണ്, വിശ്വസിക്കുക. അതോടെ ആ പാപപരിഹാരം സ്വന്തമായി. അങ്ങനെ ദൈവത്തിന് വേണ്ടി മക്കളായിത്തീർന്ന, ദൈവത്തിൻ്റെ മക്കളായിത്തീർന്ന കുഞ്ഞുങ്ങൾക്ക് ഏതൊരു ഭാവത്തിലാണ് ഇനി ജീവിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ റോമാലേഖനം 8-ാം അധ്യായം 31 തുടങ്ങിയുള്ള ചില 31-ാമത്തെ വചനം ഒന്ന് നോക്കിയാലോ. റോമാലേഖനം 8-ാം അധ്യായം 31. അതിൻ്റെ ശേഷം താഴെ കൊണ്ട് ഞാൻ ഒരു വചനം മാത്രം നമുക്കൊന്ന് നോക്കാം. What then shall we say in response to these things? If God is for us, who can be against us? 32 കൂടെ. He who didn't spare his own son, but gave him up for us all, how will he not also, along with him, graciously give us all things? ഈ 2 വചനങ്ങൾ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇനി നാം എന്ത് പറയണ്ടു? അതിനു മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. If God is for us, who can be against us? ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ പ്രതികൂലം ആരാണ്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആരെന്ന് ചോദിക്കുന്നത് ഒരു 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 ചാലഞ്ചിങ് മോഡലാണ്. ഒരു വെല്ലുവിളിയോടുകൂടിയല്ല ചോദിക്കുക. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ ആരാ പ്രതികൂലം? ദൈവത്തിന് മാച്ചായിട്ട് ആരുണ്ട്? ദൈവത്തിനെ എതിർത്ത് നമുക്കെതിരെ നിൽക്കാൻ ആരുണ്ട്? അങ്ങനെ ഒരു ധ്വനിയാണ് അതിനകത്തുള്ളത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? 2 വശങ്ങളാണ് ഈ ചോദ്യത്തിനുള്ളത്. ഒന്ന് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന് ദൈവം നമുക്ക് അനുകൂലമാണ്. അതൊന്ന് ടൈപ്പ് ചെയ്യാമോ? ലൈവ് ചാറ്റിലിടാമോ? ദൈവം എനിക്ക് അനുകൂലമാണ്. പറ, എഴുതുക, ലൈവ് ചാറ്റിലിടുക, കമൻറ്റ് സെക്ഷനിലിടുക. ദൈവം എനിക്ക് അനുകൂലമാണ്. ഒരു കണ്ണാടിയുടെയൊക്കെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ചിരിച്ചോട്ട് പറയണം, ദൈവം എനിക്ക് അനുകൂലമാണ്. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കും. വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ നീങ്ങുന്നില്ല. പ്രാർത്ഥനകളുടെ ഉത്തരങ്ങൾ വൈകിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടുപോയ രീതിയിലാണ്. പക്ഷെ ബൈബിൾ പറയുന്നു ദൈവം നിനക്ക് അനുകൂലമാണ്. അടുത്തത് ആണ് ചോദിക്കും, ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ആർക്ക് നമുക്ക് പ്രതികൂലമായി നിൽക്കാൻ കഴിയും? 2 കാര്യങ്ങൾ. ഒന്നൊരു ഫാക്റ്റാണ്. അതെന്താണ്? ഗാഡ് ഈസ് ഫോർ മീ. ദൈവം എൻ്റെ പക്ഷത്താണ്, എനിക്ക് അനുകൂലമാണ്. 2 ഒരു ചോദ്യമാണ്, ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് അസ്? അങ്ങനെയെങ്കിൽ ആർക്ക് എന്നെ എതിർക്കാൻ കഴിയും? നിങ്ങൾക്കെതിരെ ചിലർ മന്ത്രവാദം ചെയ്യും, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നു, നിങ്ങൾക്കെതിരെ ഭീഷണി കത്തുകൾ അയക്കുന്നു, അപ്പുറത്തെ മതിലിൽ നിന്നും അപ്പുറത്തു നിന്നും ഭീഷണി, നിന്നെയൊക്കെ ഞങ്ങൾ തകർക്കും, നിന്നെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പാക്ക് ചെയ്തയക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയൽപക്കത്തൊക്കെ ഭീഷണിയും കാര്യങ്ങളും വരുമ്പോൾ ബൈബിൾ അങ്ങ് തുറക്കണം. റോമാലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വചനം എടുത്ത് വാ തുറന്ന് ഉറക്കെ വിളിച്ചു പറയണം, ദൈവം
എനിക്ക് അനുകൂലം എന്ന് വെച്ചാൽ ഗോഡ് ഈസ് ഓൺ മൈ സൈഡ്. ദൈവം എൻ്റെ ടീമിലാണ്. ദൈവം എൻ്റെ ടീമിലാണെന്നേ. ദൈവം എൻ്റെ ടീമിലാണ്. അങ്ങനെയെങ്കിൽ ആർക്ക് എനിക്കെതിരെ നിൽക്കാൻ കഴിയും? ഒരു മന്ത്രവാദിക്കോ മന്ത്രവാദിനിക്കോ, ഒരു വിച്ച് ഡോക്ടർക്കോ, ക്ഷുദ്രം ചെയ്യുന്നവർക്കോ, അതുപോലെ പൈശാചികമായ ശക്തികളിൽ ആശ്രയിച്ച് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ക്രിയകൾ, കാശ് കൊടുത്ത് ചെയ്യുന്നത്, കാശ് കൊടുക്കാതെ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പൈശാചിക ക്രിയകൾ, ഇതൊന്നും എനിക്ക് ഏൽക്കാൻ പോകുന്നില്ല. ഇതൊന്നും എനിക്ക് ഏൽക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരാൾ സൂര്യനെ നോക്കി വെല്ലുവിളിക്കുക, എടാ സൂര്യ, ഈ ബക്കറ്റിൽ വെള്ളമെടുത്ത് എറിഞ്ഞ് നിന്റെ തീ മൊത്തം ഞാൻ കെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളടുത്ത് നിൽക്കുകയാണെങ്കിൽ എന്താ പറയുക? ഈ പുള്ളിയുടെ 2 പിരി ലൂസായിട്ടുണ്ട്, ഇയാളെ എത്രയും വേഗം ഏതെങ്കിലും ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വല്ലതും കൊടുക്കണം. കാരണം ഇത്ര വലിയ തീഗോളത്തെ ഇയാളുടെ കയ്യിലെ ബക്കറ്റിലെ വെള്ളം കൊണ്ട് കെടുത്താൻ കഴിയുമോ? ഇതുപോലെ മണ്ടത്തരമാണ് ദൈവത്തിനെതിരെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഇന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, പണ്ടൊരു സഹോദരി എല്ലായ്പ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ അടുക്കൽ വരുമായിരുന്നു. എന്നിട്ട് പറയുന്ന കാര്യം ഇതാണ്: ഭർത്താവ് എല്ലാ ദിവസവും വന്നിട്ട് മന്ത്രവാദം ചെയ്ത് എന്തോ ഒന്ന് തലയുടെ അടിയിൽ വെക്കുന്നു. ഒരു ഭീതിയിലാണ് ഇവർ ജീവിക്കുന്നത്. മന്ത്രവാദം ചെയ്ത് എന്തോ ഒന്ന് കൊണ്ടുവന്ന് തലയുടെ അടിയിൽ വെക്കും. ഭാര്യയുടെ തലയുടെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ബോധം മറിഞ്ഞു പോവുകയോ പിന്നെ നടക്കുന്ന എന്താണെന്ന് അറിയുന്നില്ല, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടുള്ളത്. ഭയം ഒരു കെണിയാണ്. ഫിയർ ഇസ് എ സ്നേഹം. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആര് ചെയ്താലും, കൂടപ്പിറപ്പുകളോ ജീവിത പങ്കാളിയോ മറ്റുള്ള ആര് ചെയ്താലും പറയണം, ഇഫ് ഗോഡ് ഈസ് ഫോർ മീ ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് മീ? ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവം എൻ്റെ പരിചയമായി, ദൈവം എൻ്റെ കാവലായി, ദൈവം എൻ്റെ എല്ലാമായി എന്നോടുകൂടി ഉണ്ടെങ്കിൽ പിന്നെ ആരാ പ്രതികൂലം? ആർ എനിക്കെതിരെ നിൽക്കും? എന്നിട്ട് 32-ാമത്തെ വചനത്തിൽ പറയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ, അല്ലെങ്കിൽ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടി എല്ലാം തരാതിരിക്കുമോ? ദൈവത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട പുത്രനെ എനിക്ക് വേണ്ടി അവൻ എറിഞ്ഞിട്ട് തന്നെങ്കിൽ, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, എന്ന് വെച്ചാൽ ഞാൻ നരകത്തിൽ പോകാതിരിക്കാൻ, നിത്യശിക്ഷാവിധി അനുഭവിക്കാതിരിക്കാൻ, യേശുവിൻ്റെ മേൽ ആ ശിക്ഷാവിധി മുഴുവനും കൂടെ ഇട്ടിട്ട് എന്നെ നിരപരാധിയായി സ്പെയർ ചെയ്ത കർത്താവ്, തൻ്റെ സ്വന്തം പുത്രനെ സ്പെയർ ചെയ്യാതിരുന്നവൻ യേശുവിനോടുകൂടെ എല്ലാം എനിക്ക് തരാതിരിക്കുമോ? അതാണ് ചോദ്യം. ഉത്തരം ഇരിക്കില്ല, തരും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈവൻ വിശ്വാസികൾ പോലും പലരും ചിന്തിക്കും, ദൈവം എനിക്ക് എതിരാണ്, ദൈവം എൻ്റെ, കാരണം ഞാൻ ചെയ്തു പോയ പാപങ്ങളൊക്കെ കൊണ്ട് ദൈവം എനിക്ക് എതിരായിട്ട് നിന്ന് അവൻ എന്നെ ശിക്ഷിക്കും, അവൻ എന്നെ തകർത്തുകളെ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന വിശ്വാസികളുണ്ട്. ബലഹീന മനസ്സിൽ പലരും അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ ഓർക്കണം, ഒരിക്കലും അങ്ങനെ അല്ല. ദൈവം നിങ്ങളുടെ എതിർചേരിയിലല്ല, എതിർപക്ഷത്തല്ല, ദൈവം നിങ്ങളുടെ പക്ഷത്താണ്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ വ്യക്തമായി വിശദീകരിച്ച് പറഞ്ഞു. പാപം ഇന്ന് ദൈവത്തിനൊരു വിഷയമല്ല. യേശുവിൽ വിശ്വസിക്കുന്ന, രക്ഷകൾ വിശ്വസിക്കുന്ന ഒരാളുടെ എല്ലാ പാപങ്ങളും കർത്താവ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് എ ഡൺ ഡീൽ. കഴിഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ആ പ്രശ്നം തീർന്നു. അതിൻ്റെ അർത്ഥം ഇനി പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്നാണോ? നോ. പാപം ചെയ്തു കഴിഞ്ഞാൽ സാത്താന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശനം കിട്ടും. സാത്താന് നമ്മൾ കൊടുക്കുന്ന ഒരു ആക്സസ് കാർഡാണ് എന്ത്? സിൻ. നമ്മൾ പാപം ചെയ്താൽ പാപത്തെ കർത്താവ് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ വൺസ് എ വൈൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ കർത്താവിനോട് സോറി പറയുക, കർത്താവ് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരണം ഏറ്റെടുത്ത് മുന്നിലേക്ക് പോവുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ പലരും ഇങ്ങനെ ചിന്തിക്കാൻ കാരണം, ദൈവം എൻ്റെ കൂടെ ഇല്ല, ദൈവം എനിക്കെതിരാണ് എന്ന് ചിന്തിക്കാൻ കാരണം, ഒന്ന് അവരുടെ പാപങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ആ കാര്യമാണ് ഞാൻ സംസാരിച്ചത്. സിൻ ഈസ് എ സെറ്റിൽഡ് മാറ്റർ.
പാപത്തിൻ്റെ പരിഹാരം വന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കണം. രണ്ടാമത്തത് ഇഗ്നറൻസ് ആണ്. ദൈവമെതിരാണ് എന്നുള്ളത് അജ്ഞതയാണ്. അതുകൊണ്ടാണ് ഞാൻ റോമാലേഖനം 8:31 എടുത്ത് കാണിച്ചു തന്നത്. ദൈവം നമുക്ക് അനുകൂലമാണെന്ന് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. ദൈവത്തിന് കള്ളം പറയാൻ പറ്റില്ല. പാപത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ച് പറഞ്ഞു വന്ന കൂട്ടത്തിൽ 1-2 വചനങ്ങൾ കൂടെ ഒന്ന് വായിച്ചോട്ടെ. യോഹന്നാൻ 3:16 മുതൽ 19 വരെ ഒന്ന് നോക്കാം. യോഹന്നാൻ 3:16 ആണല്ലോ ദ ഗോൾഡൻ വേഴ്സ് ഇൻ ദ ബൈബിൾ എന്നറിയപ്പെടുന്നത്. For God so loved the world that he gave his one and only Son, that whoever believes in him shall not perish but have everlasting eternal life. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒത്തിരി പേർക്ക് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പോലും ബൈഹാർട്ട് അറിയാവുന്ന ഒരു വാക്യമാണ്. പക്ഷേ ഇത് വിശ്വസിക്കുന്നുണ്ടോ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നശിച്ചു പോകില്ലെന്ന് എഴുതിയിരിക്കുന്നത്. നശിച്ചു പോവില്ല. അവിടെ എഴുതിയിരിക്കുന്നത് God so loved the world that he gave his one and only Son, that whoever believes in him, ആരവനിൽ വിശ്വസിച്ചാലും shall not perish but have eternal life. ആരെന്ന് പറഞ്ഞാൽ ആര്? സ്ത്രീ ആകട്ടെ, പുരുഷനാകട്ടെ, കുഞ്ഞാകട്ടെ, വലുതാകട്ടെ, പ്രായമുള്ള ആളാകട്ടെ, കല്യാണം കഴിച്ചവരാകട്ടെ, കല്യാണം കഴിക്കാത്തവരാകട്ടെ, ഏത് ജെൻഡർ ആയാലും, ഏത് ജാതി ആയാലും, ഏത് നേഷനായാലും, ലോകത്തിൽ സകല മനുഷ്യർക്കും, ആർക്കും, whoever, you are that whoever, we are that whoever, all are whoever, അവനിൽ വിശ്വസിക്കുന്ന, it is conditional, whoever believes in him, it is conditional. വ്യവസ്ഥകൾക്ക് ബാധകമാണ്. എന്താണ് വ്യവസ്ഥ? അവനിൽ വിശ്വസിക്കണം. യേശുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശുവിൻ്റെ രക്ഷകനാണ്, യേശുവിൻ്റെ ദൈവമാണ്, യേശുവിൻ്റെ കർത്താവാണ് എന്ന് വിശ്വസിച്ചാൽ യു വിൽ നോട്ട് പെരിഷ്, നീ നശിച്ചു പോകില്ല. അതുപോലെ ഉറപ്പ്. അതുപോലെ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ, ആരാധിക്കാൻ, ഈ ലോകം മുഴുവൻ ഓടി നടന്ന് പറയാൻ, നശിച്ചു പോകണ്ട എന്നെ വീണ്ടെടുത്ത് ഇനി ഒരിക്കലും നശിച്ചു പോകയില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടിയിരിക്കുന്നു. 17 For God did not send his Son into the world to condemn the world, but to save the world through him. ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അവനാൽ ഈ ലോകത്തെ ശിക്ഷ വിധിക്കുവാനല്ല, കണ്ടം എന്നുള്ള വേർഡ്, ശിക്ഷ വിധിക്കുവാനല്ല, but to save the world through him. എന്നാൽ ഈ ലോകത്തെ അവൻ മുഖാന്തരം, അവനിലൂടെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. യേശുവിൻ്റെ പേര് രക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ ലോകത്തെ രക്ഷിക്കാനാണ് യേശു വന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19:10 വചനത്തിൽ പറയുന്നത്, കാണാതെ പോയതിനെ അന്വേഷിച്ച് തിരഞ്ഞ് രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത്, അല്ലെങ്കിൽ ദൈവപുത്രൻ വന്നത്. അപ്പോൾ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാൻ, that was his mission of life. അടുത്തത്, whoever believes in him is not condemned, but whoever does not believe stands condemned already, because they have not believed in the name of God's one and only Son. അത് വളരെ ശക്തമാണ്. Whoever believes in him is not condemned. ആരവനിൽ വിശ്വസിക്കുന്നു അവരൊരിക്കലും ശിക്ഷ വിധിക്കപ്പെടുകയില്ല. എന്നാൽ അവനിൽ വിശ്വസിക്കാത്തവനെ ഇനി ശിക്ഷാവിധിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, ദർ ഓൾറെഡി ഇൻ കോണ്ടംനേഷൻ. അവർ ശിക്ഷാവിധിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് രക്ഷപ്പെടാം, വിശ്വസിച്ചാൽ മാത്രം. സോ സിമ്പിൾ, സോ സിമ്പിൾ. 19 This is the verdict. Light has come into the world, but people love darkness instead of light because their deeds were evil. പറയുന്നത് ശ്രദ്ധിക്കൂ. ഇതാണ് വിധി, ഇതാണ്. This is the verdict. Light has come into the world. യോഹന്നാൻ 8:12 യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. വെളിച്ചം ലോകത്തിലേക്ക് വന്നു, ഇനി വരാനിരിക്കില്ല, ഇനി കാത്തിരിക്കേണ്ട. He already came here. But people loved darkness instead of light. എന്നാൽ വെളിച്ചത്തെക്കാളധികം മനുഷ്യർ ഇരുളിനെ സ്നേഹിച്ചു. യേശുവിനേക്കാളധികം അവർ
പിശാചിനെ സ്നേഹിച്ചു, അവൻ്റെ വഴിയിൽ ജീവിച്ചു. ബിക്കോസ് ദ ഡീഡ്സ് ആർ ഈവിൾ. അതുകൊണ്ട് അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതാകുന്നു, പാപപങ്കിലമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, എ സിന്നർ വിത്ത് ദ സേവിയർ ഇസ് നോട്ട് എ സിന്നർ. രക്ഷകനോട് ചേർന്ന് നിൽക്കുന്നൊരു പാപിയല്ല. മാത്രമല്ല, രക്ഷകനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് ഇനി ശിക്ഷാവിധിയില്ല. ഈ ഒരു വാർത്ത മാത്രം പോരെ കിടന്നുറങ്ങാൻ. വേറെ എല്ലാം പോട്ടെ. മരണശേഷം നിത്യശിക്ഷാവിധിയിൽ നിങ്ങൾ പോവില്ല, നരകത്തിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. അവിടെ ചെന്നിട്ടല്ല അറിയുന്നത്, ഇപ്പോഴേ അറിയാം. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നരകശിക്ഷാവിധിയില്ല. റോമലേഖനം 8:1. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധി എന്ന ഒന്ന് ഇല്ല. കാരണം അവരുടെ പാപങ്ങളെല്ലാം ഓൾറെഡി സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. കണക്ക് സെറ്റിലായി, ടാലിയായി. ഇനി ഒന്നും ചെയ്യണ്ട. സുഖമായിട്ട് ജീവിക്കാം, സന്തോഷമായിട്ട് ജീവിക്കാം. പിന്നെ ഈ ഭൂമിയിലുള്ള എതിർപ്പുകളും പ്രശ്നങ്ങളും അവരവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് വേണ്ടി അവൻ നിന്റെ പക്ഷത്തുണ്ട്. കുറച്ച് നാള് ഇതെന്താണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചെന്നിരിക്കും. പക്ഷെ വിശ്വസ്തമായി കുറച്ച് നാളുകൾ കർത്താവിനോട് ചേർന്ന് നിന്ന് നോക്ക്. ഹി വിൽ ടേക്ക് ആക്ഷൻ. കർത്താവ് ആക്ഷൻ എടുത്തിരിക്കും, ഉറപ്പ്. വചനം അതാണ് പറയുന്നത്, ചരിത്രം അതാണ് തെളിയിക്കുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ കണ്ണിൽ നോക്കി പറയുകയാണ്, നിങ്ങളൊന്ന് വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിൽ, ദൈവം കൂടെ ഇല്ലെന്നുള്ള തോന്നൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റാണ്. വചനം പറയുന്ന ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. മാത്രമല്ല, ശിക്ഷാവിധി നിങ്ങൾക്കില്ല. 2 കൈയും ഉയർത്തൊരു ഹല്ലേലൂയ പറയാമോ? ലൈവ് ചാറ്റിലൊക്കെ ഹല്ലേലൂയ ഇടാമോ? ഫയർ ഇമോജി കുറെ ഇടാമോ? വി ഷുഡ് സെലിബ്രേറ്റ്. എനിക്കൊരു താല്പര്യമുണ്ട്, ഇന്നത്തെ ഈ സന്ദേശം ഈ മോർണിംഗിൽ ഒരു ഒത്തിരി പേർക്കൊന്ന് അയച്ചു കൊടുക്കണേ. ആരെങ്കിലുമൊക്കെ കേട്ട് വിടുതൽ പ്രാപിക്കട്ടെ എന്ന് മാത്രമല്ല, ഈ ബ്ലെസ്സിങ് ടുഡേയിലെ മാധ്യമങ്ങളിലൂടെയുള്ള ഇതിൽ നിങ്ങൾക്കൊരു പാർട്ണറായി മാറാം, സ്പോൺസറായി മാറാം. അതുകൊണ്ട് ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇതിൻ്റെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. ചാനൽ പാർട്ണറായി നിങ്ങൾക്ക് മാറാം. കർത്താവ് അതിലൂടെ നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കും. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ആഗ്നസ് എന്ന പേരുള്ളൊരു സഹോദരിയെ കർത്താവ് തൊടുന്നു. ഒരു വലിയ വിടുതൽ ഇപ്പോൾ നടക്കുക. തേനീച്ചക്കൂട് പോലെ തല ഇങ്ങനെ ഭയങ്കരമായി പ്രയാസം അനുഭവിക്കുന്ന ആ ഒരു അനുഭവം യേശുവിൻ്റെ നാമത്തിൽ ലിഫ്റ്റ് ചെയ്ത് മാറിപ്പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. വലിയൊരു ദൈവിക സമാധാനം. അതോടൊപ്പം ചില രോഗങ്ങൾ സൗഖ്യമാക്കും. അതുപോലെ തന്നെ ആലിസ് എന്ന പേരുള്ള മറ്റൊരു സഹോദരിയെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന ശരീരത്തിലെ എല്ലാവിധ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ചില വ്യക്തികൾക്ക് ഈ കവിളിലെ മസിൽസ് ഒരു ഭാഗത്തേക്കിന് വലിച്ചു പിടിക്കുന്ന പോലെ ഉള്ളൊരു രോഗം യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകുന്നു. ഡീഹൈഡ്രേഷൻ മുഖാന്തരം വല്ലാതെ ശരീരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികളെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. അപസ്മാരം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഓട്ടിസം മാറിപ്പോട്ടെ. താങ്ക് യു. ശരീരം വല്ലാതെ ക്ഷീണിക്കുന്നു, വെയിറ്റ് കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം കണ്ടെത്താൻ കഴിയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ കാരണം കണ്ടെത്തിയാൽ ഇല്ലെങ്കിലും വിടുതലുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി ഇൻ ജീസസ് നെയിം. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം.